നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കേരളം വിധി എഴുതാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2 ദിവസത്തിനകം ശബ്ദപ്രചാരണം അവസാനിക്കും. പിന്നീട് വിധിയെഴുത്തിലേക്കാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുകയാണ്. അവസാനവട്ട ശ്രമങ്ങളിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ തങ്ങളുടെ മുന്നണികളെയും തങ്ങളെയുമൊക്കെ വിജയിപ്പിക്കാൻ. ഇന്നും ദേശീയ നേതാക്കളടക്കം കേരളത്തിലുണ്ട്. ഒപ്പം യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശദമായി തന്നെ ഈ ബുള്ളറ്റിനിൽ ഉണ്ടാകും. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. വിധിയെഴുത്തിനൊരുങ്ങി കേരളം. ഇനി ബൂത്തിലെത്താൻ 3 നാൾ. പരസ്യ പ്രചാരണത്തിന് നാളെ സമാപനം. ഇന്ന് തിരുവനന്തപുരത്ത് അമിത്ഷായുടെ റോഡ് ഷോ. പാലക്കാട് രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പക്ഷേ കേരളത്തിൽ ഈ 10 വർഷം പിന്നിട്ട LDFനെതിരെയുള്ള അത്തരമൊരു വികാരം ഉയർന്നു വന്നിട്ടില്ല. ഹോർമുസ് തുറക്കാൻ ഇറാന് ട്രംപിന്റെ അന്ത്യശാസനം നാളെ വരെ നീട്ടി. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാനെ നരകത്തിലേക്ക് തള്ളുമെന്ന മുന്നറിയിപ്പും അസഭ്യവർഷവും. യുദ്ധക്കുറ്റമാണ് ട്രംപിൻ്റെതെന്ന് ഇറാൻ. ലോകരാജ്യങ്ങൾ ഇടപെടണമെന്ന ആവശ്യം. ആർട്ടിമിസ് 2 ഇന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ. ഭൂമിയുടെ വിസ്മയകരമായ ചിത്രങ്ങൾ നാസയിലേക്ക് അയച്ച യാത്രികർ. വെള്ളിയാഴ്ച സംഘം തിരികെ ഭൂമിയിലേക്ക്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് വീണ്ടും കോടതിയിലേക്ക്. ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കുമെന്ന ആവശ്യം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും വാദം. ട്രക്കിങ്ങിനിടെ കുടകിൽ കാണാതായ നാദാപുരം സ്വദേശിനി ശരണ്യ വീട്ടിൽ തിരിച്ചെത്തി. ദിശ മാറി പോയതാണ് വനത്തിൽ കുടുങ്ങാൻ കാരണം. ഇനിയും ട്രക്കിംഗ് തുടരുമെന്നും ശരണ്യ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, ഹോർമുസ് തുറക്കാനുള്ള അന്ത്യശാസനത്തിന്റെ സമയം 1 ദിവസം കൂടി ഡൊണാൾഡ് ട്രംപ് നീട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതേസമയം ഇറാന് നേരെ തീർത്തും അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് ട്രംപ് നടത്തിയത്. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിൻ്റെ ഈ പരാമർശങ്ങൾ ഉണ്ടായത്. അതായത് ഇന്ന് വരെയായിരുന്നു ട്രംപ് സമയം നിശ്ചയിച്ചിരുന്നത്. അത് നാളത്തേക്ക് മാറ്റുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ അസഭ്യങ്ങൾ വരെ വഹിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ പുതിയ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് അത് ഏറെ ചർച്ചയാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഒരു ലോക നേതാവിന് പറ്റുന്ന തരത്തിലുള്ള സംസാരമല്ല ട്രംപിൻ്റെ ആ പോസ്റ്റിലുള്ളത് എന്നാണ് വ്യാപകമായ വിമർശനം. ഇത്തരം പരാമർശങ്ങൾ അത് യുദ്ധക്കുറ്റമാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. നാളെ ഇത്തരത്തിലുള്ള നീക്കം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തുടർച്ചയായി ബോംബിട്ട് തകർക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ട്യൂസ്ഡേ വിൽ ബി പവർ പ്ലാന്റ് ഡേ ആൻഡ് ബ്രിഡ്ജ് ഡേ. അതായത് ഇറാൻ്റെ പവർ പ്ലാന്റുകളും പാളങ്ങളും പൂർണ്ണമായും തകർക്കുമെന്നാണ് പറയുന്നത്. ഓൾ റാപ്ഡ് അപ്പ് ഇൻ വൺ ഇൻ ഇറാൻ. ദർ വിൽ ബി നത്തിങ് ലൈക്ക് ഇറ്റ്. പിന്നെ തെറിയാണ്. അതിനുശേഷം വീണ്ടും യു ക്രേസി ബാസ്റ്റേർഡ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. യു വിൽ ബി ലിവിങ് ഇൻ ഹെൽ എന്നാണ് ട്രംപിൻ്റെ ഈ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലുള്ളത്. ജസ്റ്റ് വാച്ച്, പ്രേസ് ടു ബി അള്ളാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ട്രംപ് ആ കലിപ്പിലാണ്, മുട്ടൻ പ്രശ്നങ്ങളിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പങ്കുവെക്കും. വിനോദ്, ട്രംപിൻ്റെ നിരാശയാണ് ഇത്തരം പരാമർശങ്ങൾക്ക് പിന്നിലെന്നാണ് ഇറാൻ ഇതിന് മറുപടിയായി പറയുന്നത്. എന്തൊക്കെയായാലും ഇപ്പോൾ ഇത്ര കടുപ്പിച്ച് ട്രംപ് പറയുന്നതും ഇതാദ്യമായാണ്. കാരണം ഇന്നിപ്പോൾ തുറക്കാൻ പറഞ്ഞു, പക്ഷേ ഇറാൻ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. തിരിച്ചടികൾ നൽകിയാണ് തുടർച്ചയായി ഇറാൻ. നാളെ കൂടി സംഭവിച്ചില്ലെങ്കിൽ എന്തായിരിക്കുമെന്നത് പറയാൻ സാധിക്കില്ല. പക്ഷേ നമുക്കറിയാം, ട്രംപ് വെല്ലുവിളികൾ ഇങ്ങനെ തുടരും, കാര്യങ്ങൾ നടക്കുകയുമില്ല. സമാനമായി തന്നെ ഇന്നും പ്രതീക്ഷിക്കണം. രഞ്ജിത്ത്, ട്രംപിന്റെ അന്ത്യശാസനം വീണ്ടും ഒരു അന്ത്യശാസനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ ദിവസവും അന്ത്യശാസനം നൽകുന്ന ആളാണ് ട്രംപ്. ഇന്നും ഇപ്പോൾ ഒരു പുതിയ അന്ത്യശാസനം ഉണ്ടായിരിക്കുന്നു. ഒരു ദിവസത്തേക്ക് കൂടി ഈ യുദ്ധം തുടങ്ങുന്നതിന് സമയം നൽകിയിരിക്കുന്നു. കാരണം 48 മണിക്കൂർ നേരത്തെ അനുവദിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതാ ഒരു 24 മണിക്കൂർ കൂടി അനുവദിച്ചിരിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിന്, ഹോർമുസ് തുറക്കുന്നതിന്, അമേരിക്കയുടെ ഉപാധികൾ അംഗീകരിക്കുന്നത്. അതിനും അപ്പുറത്തേക്കാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയാണ്. നമുക്ക് പറയുന്നതിന് പ്രയാസമുണ്ട്. ഈ
സാധാരണ ആളുകൾ വഴക്ക് കൂടുമ്പോൾ തെറി വിളിക്കാറുണ്ട്. ആ തരത്തിലേക്കൊരു വലിയ ലോകരാജ്യം, ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ലോക പോലീസ് എന്ന് പറയുന്ന ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തെറി വിളിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തെ അധിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ അധിക്ഷേപിക്കുന്നു, അവരുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്നു. ആ തരത്തിലുള്ള ഒരു കാഴ്ചയിലേക്ക് കൂടി പോവുകയാണ്. ട്രംപിന് സമനില തെറ്റിയിരിക്കുന്നു എന്നത് ഒരു തർക്കവുമില്ല. കഴിഞ്ഞ കുറേ കാലത്തെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ടാൽ കൃത്യമായി മനസ്സിലാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിന് ഒരു സ്ഥിരീകരണമായിരിക്കുന്നു. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെയോ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയോ ഇത്തരം കാര്യങ്ങൾ വരില്ല എന്നത് ഉറപ്പാണ്. ഈ ഫ്രഞ്ച് പ്രസിഡന്റിനെ വ്യക്തിപരമായി വല്ലാതെ അധിക്ഷേപിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് അത്തരമൊരു അധിക്ഷേപമുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള എഫ് വേർഡൊക്കെ ഉപയോഗിച്ചുള്ള ട്രംപിൻ്റെ പരാമർശങ്ങൾ ഒരു ലോക നേതാവിന് പറ്റിയ കാര്യമാണോ എന്ന ഒരു സംശയം തന്നെയാണ്. അതിപ്പോൾ രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് ഒക്കെ തന്നെയാണോ ഒരു അമേരിക്ക പോലൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഏതായിരുന്നാലും ഈ ഓസ്ട്രേലിയൻ ടീമൊക്കെ സ്ലഡ്ജിങ് നടത്തി ആളുകളെ മനോവീര്യം തകർക്കുന്ന, അല്ലെങ്കിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ മോശം വാക്കുകളൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ഇറക്കി പോണ്ടിങ്ങൊക്കെ പറയുന്നതായി നേരത്തെ വാർത്തകൾ വരികയും അത്തരത്തിൽ നടപടിയൊക്കെ ക്രിക്കറ്റ് താരങ്ങൾ നേരിട്ടിട്ടുമുണ്ട്. ഏതായിരുന്നാലും തെറി വിളിച്ചുകൊണ്ട്, ചീത്ത പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തെ മാനസികമായി തകർക്കുക, അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ട്രംപിൻ്റെ സമീപനം പോകുന്നു. അദ്ദേഹത്തിൻ്റെ നിലവാരം ഭൂമിക്കടിയിലേക്ക് പോവുകയാണ് എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ട്രംപ് ഒരു ദിവസം കൂടി അന്ത്യശാസനം നൽകിയിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഭ്രാന്തൻ നയവുമായി പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടം കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇറാനിൽ ഇങ്ങനെ ആണവ കേന്ദ്രത്തിൽ ആക്രമണമുണ്ടായത്. ആ വികിരണം അത് ഇറാനെ മാത്രമായിരിക്കില്ല ബാധിക്കുന്നത്, മറ്റ് ഗൾഫ് രാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ അപകടം നീങ്ങും. ഇറാനെ ബാധിച്ചാലും തീർച്ചയായും അപകടം തന്നെയാണ്. അവിടെ കുഞ്ഞുങ്ങളടക്കം ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി നിരവധി പേരാണ് കൊല ചെയ്യപ്പെട്ടത്. എന്തിനു വേണ്ടി എന്നതിൽ ഇതുവരെ ഈ യുദ്ധം എന്തിനു വേണ്ടി വേണ്ടിയുള്ള കാര്യമാണ് എന്നതിൽ ഇതുവരെ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല നാറ്റോ സഖ്യം, അത് അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന യൂറോപ്പിലെ മിക്കവാറും രാജ്യങ്ങളെല്ലാം തന്നെ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. നാറ്റോയ്ക്ക് ഇനി പണം നൽകില്ലെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. കാരണം ഈ യുദ്ധവുമായി ചേർന്ന് ട്രംപിനോടൊപ്പം സഹകരിക്കാത്തതുകൊണ്ടാണ്. 32 രാജ്യങ്ങളാണുള്ളത്. അതിൽ ഒരു രാജ്യം പോലും, UK ഒരു ഘട്ടത്തിൽ വന്നു പോയതല്ലാതെ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ട്രംപുമായി സഹകരിക്കുന്നില്ല, ഈ യുദ്ധവുമായി സഹകരിക്കുന്നില്ല. അവരെല്ലാം തന്നെ ഇതിൻ്റെ കെടുതി മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഫ്രാൻസിലും ജർമ്മനിയിലും ഉൾപ്പെടെ ഇറ്റലിയിലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില ഇതിനകം തന്നെ വർദ്ധിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ജനജീവിതത്തെ ബാധിക്കുകയാണ്. അമേരിക്കയിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. അവിടുത്തെ ജനതയിൽ വലിയൊരു വിഭാഗവും ഈ യുദ്ധത്തിന് എതിരാണ്. പക്ഷേ ഭ്രാന്തൻ നീക്കങ്ങളുമായി ട്രംപ് മുന്നോട്ട് പോകുന്നു. ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലല്ല ട്രംപിന്റെ പ്രസ്താവന. ഇറാനെതിരെ ഒന്നും മൈൻഡ് ചെയ്തില്ലല്ലോ വിനോദ്, അത് വളരെ പ്രധാനമാണ്. ഇറാന്റെ ഇന്നത്തെയും പ്രതികരണം ഇത് യുദ്ധക്കുറ്റമാണ്, ലോകരാജ്യങ്ങൾ ഇടപെടണം, നഷ്ടപരിഹാരമടക്കം തരണം, തങ്ങൾ ട്രംപിൻ്റെ യാതൊരു തരത്തിലുള്ള ഭീഷണികൾക്കും വഴങ്ങില്ല, ഇതുവരെ ഇസ്രായേലും അമേരിക്കയും ഉള്ളതുപോലെ ആയിരിക്കില്ല ഇത്തരം ഭീഷണികളുമായി, അല്ലെങ്കിൽ ഇത് പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ പോയാൽ ഇനി ഉണ്ടാവുക എന്നുള്ള കടുത്ത മറുപടിയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന്. അതായത് ഇതുവരെ കാണാത്ത വിധമുള്ള ആക്രമണം തിരിച്ചുമുണ്ടാകും എന്നുള്ള ഭീഷണി ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പ്രത്യേകിച്ചും അമേരിക്കയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, മധ്യേഷ്യയിലെയും മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. അത് നേരത്തെ സംഭവിച്ചിട്ടുമുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും ഇറാൻ ഒരിഞ്ച് പോലും പിറകോട്ട് പോകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യുദ്ധം തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് 36 ദിവസങ്ങൾ കഴിയുന്നുണ്ട്. 4 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടും യുദ്ധം എങ്ങുമെത്താതെ നിൽക്കുന്നത്. മാത്രമല്ല ട്രംപ് ആകട്ടെ ട്രംപിൻ്റെ സേനാവിഭാഗത്തിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ, ആർമി ചീഫിനെയൊക്കെ മാറ്റുന്ന നിലയുണ്ട്. അത് റാൻഡി ജോർജാണ് അവിടുത്തെ ആർമി ചീഫ്. അദ്ദേഹത്തെ ഉൾപ്പെടെ ഏതാണ്ട് 9-ലധികം ആളുകളെ മാറ്റിയിട്ടുണ്ട് ഭരണതലത്തിൽ. അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ പ്രധാനപ്പെട്ട ആളുകളെ മാറ്റുക എന്നത് ഏറ്റവും അപൂർവമായ കാര്യമാണ്, അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇറാൻ ഈ നിലപാടിൽ 1 ഇഞ്ച് പോലും മാറാതെ നിൽക്കുന്നു. മാത്രമല്ല ഈ അമേരിക്കയിലെ തന്നെ ഉന്നത വിഭാഗത്തിലുള്ള, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥലത്തിലുള്ള പലർക്കും ഈ യുദ്ധത്തോട് വലിയ താല്പര്യമില്ല. അങ്ങനെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന ഒരു ആരോപണമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായിരുന്നാലും കാര്യങ്ങൾ ശുഭകരമായല്ല മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഈ ട്രംപിൻ്റെ പോസ്റ്റൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് മനോനില തെറ്റി അല്ലെങ്കിൽ നിലവാര തകർച്ചയുണ്ടായി എന്നൊക്കെ പറയാമെങ്കിലും ഒരുപക്ഷെ കടുത്ത നടപടികളിലേക്ക് അമേരിക്ക പോയാൽ ഈ പ്രസിഡന്റിൻ്റെയൊക്കെ ഇനിയുള്ള നിർദ്ദേശങ്ങൾ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കടുത്ത ആക്രമണത്തിൽ, ഈ പോസ്റ്റിൽ തന്നെ പറയുന്നത് പാലങ്ങളും
അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങൾ പ്ലാന്റുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തകർക്കും എന്ന് തന്നെയാണ്, നരകത്തിലേക്ക് തള്ളുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ കടുത്ത യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ലോകത്തെ കാത്തിരിക്കുന്നത് വലിയ കെടുതിയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ ലോകത്തിന് ആവശ്യമായ ഇന്ധനത്തിൻ്റെ ഏതാണ്ട് 1/5 ഭാഗം കടന്നു പോകുന്നത് ഹോർമൂസ് വഴിയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ക്രൂഡ് ഓയിൽ വിലയടക്കം വലിയ തോതിൽ വർദ്ധിക്കുന്ന പശ്ചാത്തലം $110.43 ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നു. ഇതിനിടയിൽ ഹോർമൂസിലടക്കം വലിയ ഇടപെടലുകൾ ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. വിധിയെഴുത്തിന് ഇനി 3 നാൾ മാത്രമാണ് ശേഷിക്കുന്നത്. സംസ്ഥാനത്ത് നാളെയാണ് കൊട്ടിക്കലാശം. കൂടുതൽ ആവേശത്തിലേക്ക് പ്രചാരണം പോവുകയാണ്. നാളെ പരസ്യ പ്രചാരണത്തിന് സമാപനമാവുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റോഡ് ഷോ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തും ഒപ്പം ഹരിപ്പാട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാഹുൽ ഗാന്ധി പാലക്കാടാണ് ഇന്നുള്ളത്. മലപ്പുറത്തും വയനാട്ടിലുമാണ് പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനം. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വട്ടിയൂർക്കാവിൽ റോഡ് ഷോയിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുൻപിൽ നിൽക്കുന്നുമുണ്ട്. കണ്ണൂരിൽ കനത്ത പോരാട്ടം. കടന്നപ്പള്ളി രാമചന്ദ്രന്റെ റോഡ് ഷോ തുടങ്ങി. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ശക്തമായ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. ഇപ്പോൾ കടന്നപ്പള്ളി അവിടെ വലിയ എതിർപ്പ് അല്ലെങ്കിൽ പോരാട്ടം നേരിടുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. എന്തൊക്കെയാണ് കണ്ണൂരിലെ ഇന്നത്തെ കാഴ്ചകൾ? കണ്ണൂരിൽ അതിശക്തമായ പോരാട്ടമുണ്ട്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി പലയിടങ്ങളിലും ഇടത് കോട്ടകളിൽ പോലും അതിശക്തമായ പോരാട്ടം നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ ഞാനുള്ളത് കണ്ണൂർ മണ്ഡലത്തിലാണ്. കണ്ണൂരിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി മന്ത്രി കൂടിയായ കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹം ഇവിടെ ശക്തമായ പോരാട്ടം നേരിടുന്നു. നമുക്കറിയാം, കോൺഗ്രസിന് UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് കണ്ണൂർ മണ്ഡലം. അവിടെ കടന്നപ്പള്ളിയുടെ വ്യക്തിബന്ധങ്ങൾ കൊണ്ടാണ് പലപ്പോഴും CPM ഇടതുമുന്നണിക്ക് ജയിച്ചു വരാൻ കഴിയും. പക്ഷേ ഇത്തവണ DCC അധ്യക്ഷൻ കൂടിയായ മോഹൻരാജിനെ ഇറക്കുമ്പോൾ അതിശക്തമായ പോരാട്ടം അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ മോർണിംഗ് വാക്ക് വിത്ത് യൂത്ത് എന്ന ഒരു പരിപാടിയിൽ കടന്നപ്പള്ളി പങ്കെടുക്കുകയാണ്. യുവാക്കളുമായി ചേർന്നുള്ള ഒരു പ്രഭാത നടത്തം. എങ്ങനെയുണ്ട് ഈ പോരാട്ടം? നാളെ കൂടെ ഉള്ളൂ പരസ്യ പ്രചരണത്തിന്. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ? കേരളത്തിൽ ഉടനീളമുള്ള സാഹചര്യം കണ്ണൂരിലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമായി ജനമുന്നേറ്റത്തിൻ്റെ ആവേശഭരിതമായ കാഴ്ചയാണ് ഇവിടെയും കാണുന്നത്. ഇത്തവണ ശക്തമായ മത്സരങ്ങളുണ്ടെന്ന് പറയുന്നു. UDF സ്ഥാനാർത്ഥിയൊക്കെ വളരെ പ്രതീക്ഷയിലാണുള്ളത്. പ്രതീക്ഷയിലൂടെ എല്ലാവരും പ്രതീക്ഷിക്കാറുണ്ട്. പ്രതീക്ഷിക്കുന്നതിന് നിയന്ത്രണമൊന്നുമില്ലല്ലോ. പ്രതീക്ഷിക്കാമല്ല, ആർക്കും പ്രതീക്ഷിക്കാം. അങ്ങയുടെ ഒരു പ്രതീക്ഷ എന്താ? വികസനത്തിലാണോ? എന്തിനാണ് ഇത്തരം ജനങ്ങൾ എന്തിനു വോട്ട് ചെയ്യണമെന്നുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലെ സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ ജനങ്ങൾക്ക് വേണ്ടിയ പ്രവർത്തനങ്ങൾക്ക് ഒരു മുഖം ഒരു ആവശ്യമില്ല. ഒരു മറുപക്ഷത്തിൽ വാക്ക് പോലും പറയാനില്ല. ആ കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ ഒരു വലിയ മുന്നേറ്റം നടത്തിയാണ് ഗവൺമെൻറ്. UDF-ന്റെ അത് ചോദിക്കേണ്ടത് എന്താ പണിന്ന് ചോദിക്കേണ്ടത്? ചോദിക്കുന്നതിനേക്കാൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ വീണ്ടും പിണറായി സർക്കാരിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. UDF-ന്റെ പ്രചരണ വാഹനം ഇപ്പോൾ ഞാൻ കേട്ടത് മറ്റു പലയിടത്തും മേൽപ്പാലങ്ങളുണ്ട്. ഇവിടെ അതൊന്നുമില്ല. അങ്ങനെ വികസനമില്ലാത്തൊരു പ്രദേശമായി കണ്ണൂർ മാറുന്നു എന്നാണ് കോൺഗ്രസിന്റെ UDF-ന്റെ ആരോപണം. അവരെന്നാണ് പറയേണ്ടത്. അവരുടെ കാലത്തും ചെയ്യാത്തോണ്ടാണോ? ഇവിടെ മേൽപ്പാലും എല്ലാ പാലും അതിന് കാശും വെച്ചിട്ടുണ്ട്, ബഡ്ജറ്റും വെച്ചിട്ടുണ്ട്. 19 കേസല്ലേ? 2 നേരത്തെ പിന്നെ ഇത് ഹൈക്കോടതി കേസാണ്. അതാണ് ഹൈക്കോടതി കേസ് ഒഴിവാക്കിയത് നോക്കാൻ പറ്റുള്ളൂ. അതാണ് വികസനത്തിൽ തന്നെ ജനങ്ങൾ ആര് എന്നൊക്കെ ജനങ്ങൾക്ക് അന്വേഷിച്ച് മനസ്സിലാക്കിക്കോളും. ജനങ്ങൾക്കറിയാം.
അതാണ് വികസനത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് കടന്നപ്പള്ളി പറയുന്നത്. കണ്ണൂർ ടൗണിൽ മേൽപ്പാലം അടക്കം എന്തുകൊണ്ട് വരുന്നില്ല ചോദ്യത്തിന് മറുപടി അത് കോൺഗ്രസ് തന്നെ മറുപടി പറഞ്ഞു. അവർ തന്നെയാണ് മുടക്കുന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഏതായാലും കണ്ണൂരിൽ അതിശക്തമായ പോരാട്ടം ഇത്തവണ ഉണ്ട് എന്ന ഉറപ്പാണ്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റോഡ് ഷോ ധർമ്മടം മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം മണ്ഡലം കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. ഇന്നലെ നമ്മോട് സംസാരിക്കുമ്പോഴും തികഞ്ഞ വിജയപ്രതീക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ തവണ 99 സീറ്റെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടി ഇത്തവണ അധികാരത്തെത്തുമെന്നാണ് പിണറായിയുടെ വലിയ ആത്മവിശ്വാസകരെന്ന മറുപടി. ഏതായാലും നമുക്ക് കണ്ണൂരിൽ നിന്ന് പതിവില്ലാത്ത തരത്തിലൊരു പോരാട്ട ചിത്രം ഉണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ മാത്രമല്ലാതെ ഒരുപക്ഷെ CPM-ന്റെ കോട്ടകളായി അറിയപ്പെടുന്ന മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ അതിശക്തമായ വെല്ലുവിളി ഇടത് സ്ഥാനാർത്ഥികൾ നേരിടുന്നുണ്ട് എന്ന് വാസ്തവമാണ്. പക്ഷെ അതെല്ലാം മറികടന്ന് വിജയിച്ചു വരാനും പ്രതീക്ഷയാണ് മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കും ഉള്ളത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി റോഡ് ഷോ. ഇന്ന് അദ്ദേഹം ധർമ്മട മണ്ഡലത്തിന്റെ വികസന രേഖ രാവിലെ 10 മണിയോടുകൂടി പിണറായിൽ പ്രകാശനം ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നു. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ അമിത്ഷായുടെ റോഡ് ഷോ ഉണ്ട്. അതുപോലെ DK ശിവകുമാർ ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിലുണ്ട്. ഇന്നും അദ്ദേഹം കേരളത്തിൽ തുടരുകയാണ്. അങ്ങനെ പരമാവധി നേതാക്കളുടെ സാന്നിധ്യം 3 മുന്നണികളും ഉറപ്പാക്കുന്നുണ്ട്. 3 പേരും വലിയ പ്രതീക്ഷയിലാണ്. ഭരണമാറ്റം ഉണ്ടാകും. സർവേകളൊക്കെ വെറും കള്ളക്കണക്കുകളെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നു. പക്ഷപാതപരമായ സർവേകളെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം തന്നെ സർവേകളെ തള്ളി രംഗത്തെത്തിയിരുന്നു. BJP-യും സർവേകളിൽ കാര്യമായി വിശ്വസിക്കുന്നില്ല. ജനഹിതം എന്ത്, ജനങ്ങളുടെ മനസ്സിലെന്തെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അത് നാളെ പരസ്യപ്രചരണം അവസാനിച്ചാൽ അടുത്ത ദിവസം വോട്ടെടുപ്പിലേക്ക് പോകും. ഏതായാലും വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ്. 3 മുന്നണികൾക്കും വലിയ പ്രതീക്ഷ. പലയിടങ്ങളിലും അതിശക്തമായ ത്രികോണ പോരാട്ടം. അതിനുമപ്പുറത്തേക്ക് അപ്രവചനീയമായ പോരാട്ട ചിത്രമാണ് കേരളത്തിൽ പൊതുവെയുള്ളത്. കണ്ണൂരിൽ എപ്പോഴും ആ പോരാട്ടങ്ങൾക്ക് ചൂട് അല്പം കൂടും. ഇത്തവണ പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇടതു മുന്നണി വെല്ലുവിളി നേരിടുന്നത് കൂടിയാണ് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഇപ്പോഴുള്ളത്. രഞ്ജിത്ത്, രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ റോഡ് ഷോ കണ്ണൂരിൽ പുരോഗമിക്കുകയാണ്. അതിശക്തമായ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങൾ, ഏകപക്ഷീയമെന്ന് ഇടതുമുന്നണിയൊക്കെ പലപ്പോഴും കരുതിയിരുന്ന മണ്ഡലങ്ങളിൽ പോലും പലവിധ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ശക്തമായ മത്സരം നടക്കുന്നു എന്നുള്ളതാണ് കണ്ണൂരിൻ്റെ ഇത്തവണത്തെ പ്രത്യേകത. പല മണ്ഡലങ്ങളിലും ഫലം പ്രവചനാതീതമാണ് താനും. VV അരുണാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അരുൺ സംസാരിച്ചത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂസ് 18 പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരം അത് സ്വാഭാവികമാണ്. എന്നാൽ LDF-നെതിരെ അത്തരമൊരു വികാരം ഉയർന്നിട്ടില്ല. 100-ലധികം സീറ്റുകൾ കിട്ടുമെന്നും മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അത് ഉണ്ട് എന്ന് ഈ സർവേകളിലൊക്കെ വരുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരത്തെ എത്രത്തോളം അത് ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ട്? അത് പരിശോധിച്ചവരെല്ലാം പറയുന്നത്, നിഷ്പക്ഷമായി കാര്യങ്ങൾ കാണുന്നവരും പറയുന്നത് അങ്ങനെയൊരു ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമാണ് ഭരണവിരുദ്ധ വികാരം. പക്ഷേ കേരളത്തിൽ ഈ 10 വർഷം പിന്നിട്ട LDF-നെതിരെയുള്ള അത്തരമൊരു വികാരം ഉയർന്നു വന്നിട്ടില്ല. എല്ലാ ഘട്ടത്തിലും ഈ ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ബോധപൂർവം ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം മാത്രമാണ്. ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി നടന്ന പ്രചരണമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. സ്വർണ്ണക്കൊള്ള എന്തുകൊണ്ട് CBI അന്വേഷിക്കുന്നില്ല എന്ന വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഹൈക്കോടതിയാണ് CBI അന്വേഷണം തീരുമാനിക്കേണ്ടത്. CBI അന്വേഷണം ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയില്ല. മറിച്ചുള്ള പ്രചരണങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടപടിയുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുക. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഏത് തരത്തിലുള്ള അന്വേഷണവും നടക്കട്ടെ എന്ന നിലപാടാണ് ഗവൺമെൻറ് നേരത്തെ തന്നെ സ്വീകരിച്ചത്. മാത്രമല്ല, ഗവൺമെൻറ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലൊരു അന്വേഷണം എന്നതിനെ നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടതും സ്വാഗതം ചെയ്തതാണ്. ഞങ്ങൾക്ക് ആ നിലപാട് തന്നെയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കുറ്റവാളികൾ രക്ഷപ്പെടാനും പോകുന്നില്ല. രാജ്നാഥ് സിംഗ് ഈ ദിവസം പറഞ്ഞത് CBI അന്വേഷിക്കും എന്നൊരു ഉറപ്പാണ് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് യോഗത്തിലൊക്കെ നൽകിയത്. അല്ല, അത് അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ആർക്കും ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഹൈക്കോടതിയുടെ സമ്മതത്തോടെയല്ലേ കാര്യങ്ങൾ നീക്കാൻ പറ്റും. ഹൈക്കോടതി ഇപ്പോൾ കൃത്യമായ നിലപാടാണ് ആ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്.
ഇടതുപക്ഷം ഇല്ലാതാകുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന നിർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് അപകടകരമായ നിലപാടാണ്. ഇടതുപക്ഷം വാനിഷ് ആകണമെന്ന് പറയുന്നത് BJPയെ സഹായിക്കുന്ന നിലപാടാണ്. തെരഞ്ഞെടുപ്പിൽ എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി അധപ്പതിക്കരുത് എന്നും മുഖ്യമന്ത്രി ന്യൂസ് 18 പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇടതുപക്ഷം വാനിഷായി പോകണം, ഇല്ലാതായി പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അതെ, അത് തീർച്ചയായും തെറ്റായ ഒരു നിലപാടാണത്. എത്രത്തോളം അപകടകരമായൊരു നിലപാടാണെന്ന് ആലോചിക്കണം. അത് സാധാരണഗതിയിൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടാണല്ലോ. ഇപ്പോൾ ത്രിപുരയിൽ BJP ജയിച്ചു കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്, ഇതൊരു പ്രത്യയശാസ്ത്ര വിജയമാണെന്നാണ്. അത്രമാത്രം ശക്തമായിട്ട് ഇടതുപക്ഷത്തെ കാണുന്നതാണ് BJPയുടെ പൊതുനില. RSSൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന ഗണത്തിൽ അതിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു ഭാഗം. ഇടതുപക്ഷം ഇവിടുന്ന് വാനിഷായി പോകണം എന്ന് പറയുമ്പോൾ എത്രമാത്രം BJPയെ സഹായിക്കുന്ന നിലപാടാണ്, എത്രമാത്രം വലതുപക്ഷ നിലപാടാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് എന്നത് വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസവും മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു. ന്യൂനപക്ഷങ്ങളെ അടർത്തിയെടുക്കാൻ വലിയ നീക്കം നടന്നു. ഇടതുപക്ഷം സംഘപരിവാറിന്റെ കൂടെയാണെന്ന് രഹസ്യ പ്രചരണം നടന്നു. പക്ഷേ ഇടതുപക്ഷത്തെ അകറ്റി നിർത്തേണ്ട എന്ന ബോധ്യമാണ് ന്യൂനപക്ഷങ്ങൾക്കുണ്ടായത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് വസ്തുതാപരമല്ല. ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ന്യൂനപക്ഷങ്ങളെ അടർത്തിയെടുക്കാൻ വേണ്ടിയാണ് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയ ഒരു മനോഭാവ മാറ്റം ആദ്യമുള്ളതിൽ നിന്ന് പിന്നീടുണ്ടായിരുന്നു. ആദ്യത്തെ നിലപാട് ഇടതുപക്ഷത്തെ അത്ര കണ്ട് സ്വീകരിക്കുന്നതായിരുന്നില്ല. എന്നാൽ ഇടതുപക്ഷമാണ് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നതെന്ന് ശക്തമായി ഇവിടെ നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതെന്ന് അനുഭവത്തിലൂടെ അവർ മനസ്സിലാക്കുക. പിന്നെ ഞങ്ങളെന്തിനാണ് ഇവരുമായിട്ട് അകന്നു നിൽക്കുന്നത് എന്ന ചിന്തയിലേക്ക് അവർ വന്നു. അതിൻ്റെ ഭാഗമായി എല്ലാ തലങ്ങളിലും നല്ല സ്വീകാര്യത ഇടതുപക്ഷത്തിനുണ്ടായി. വയനാട് UDFന്റെ കണക്കുകൾ പാളിയത് ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവർക്കും വീട് വെച്ച് നൽകുമെന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ അതിന് പണമില്ലെന്ന് പറയുന്നു. സംഭവിക്കാൻ പാടില്ലാത്തത് ഇക്കാര്യത്തിൽ സംഭവിച്ചു. അത് ഗൗരവമായി എടുക്കണം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് എല്ലാവർക്കും വീട് വെച്ച് നൽകുമെന്നാണ് പറഞ്ഞത്. ഇതും വെച്ചിട്ട് എല്ലാവർക്കും എങ്ങനെയാണ് വീട് നിർമ്മിച്ചു കൊടുക്കുക? ഇപ്പം പറയുന്ന ഈ കണക്ക് ഈ പൈസയേ ഉള്ളൂ എന്നല്ലേ. പക്ഷേ അതെല്ലാവരും നേരത്തെ പറഞ്ഞത് എല്ലാവർക്കും വീട് നിർമ്മിച്ച് നൽകാൻ മാത്രം പൈസയുണ്ട് എന്നാണല്ലോ. ഇവർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ നേരെ വിപരീതമായിട്ടുള്ളതാണല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തത് ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് കാണാൻ കഴിയുക. അത് ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ്. കാണുന്നവരുടെ എല്ലാം ബോധ്യം വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ്. ആ ഒരു ബോധ്യം മാറ്റാൻ ഇതേവരെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അത് ഗൗരവമായി കാണേണ്ട വിഷയം. വയനാട്ടിൽ സർക്കാർ ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ച വീട്ടിൽ വിഷുവിന് മുൻപ് ആളുകൾ താമസിച്ചു തുടങ്ങുമെന്ന് മന്ത്രി കെ രാജൻ. നിർമ്മിച്ച വീടുകളെക്കുറിച്ചല്ല അതിലെ പ്ലഗുകളെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. നിർമ്മാണത്തിന് അനുമതി കിട്ടാതെയാണ് കോൺഗ്രസ് തറക്കല്ലിട്ടത്. പുനർനിർമ്മാണത്തിന് കോൺഗ്രസ് ഇട്ട കല്ല് പോലും കാണാനില്ലെന്നും മന്ത്രി കെ രാജൻ പരിഹസിച്ചു. വയനാട്ടിലെ വീടുകളും ഒരു ചർച്ചാ വിഷയമാണല്ലോ. അപ്പോൾ കോൺഗ്രസിന്റെ വീട് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഈ ഇടയ്ക്ക് സർക്കാർ കൊടുത്ത വീടുകളിൽ തന്നെ പണി പൂർത്തിയായില്ല എന്ന ചില ആരോപണങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടെന്ന്? പണി പൂർത്തിയായില്ല എന്ന് പറയുന്നത് എന്ത് പൂർത്തിയായില്ല എന്നാണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ട്രക്ചർ പൂർത്തിയായിട്ടില്ല എന്നാണോ? അത് ഒരു പൂർത്തിയാകാൻ പ്രയാസമില്ല. അവിടുത്തെ 178 കുടുംബങ്ങളുമായി കളക്ടർ നേരത്തെ സംസാരിച്ചതാണ്. അവർക്ക് ഏതു സമയത്താണ് താമസിക്കാൻ തയ്യാറാക്കി കൊടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് നോക്കിയതാണ്. ഞാൻ ആ വീടുകളിലെല്ലാം പോയി. സാധാരണ നിലയിൽ താമസിക്കാൻ ഒരു പ്രതിസന്ധിയും പ്രയാസമില്ല. പക്ഷേ അവരുടെ ഫുൾ ഫിനിഷിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അവരുടെ കൂടി ഇംഗിതങ്ങൾ കേട്ടും കണ്ടു. അതുകൊണ്ട് അവരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വീടുകൾ എല്ലാവരും കണ്ടു, എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു. ആ വീടുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള ചില പോരായ്മകളുണ്ടെങ്കിൽ അത് തീർക്കാൻ ആവശ്യമായിട്ടുള്ള സമയം കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, നിങ്ങൾ നിർമ്മിച്ച വീടുകളെ കുറിച്ചല്ല, അതിനകത്തിരിക്കുന്ന പ്ലഗിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങൾക്ക് പോലും അജണ്ട ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഒന്ന് മുകളിൽ നിൽക്കുന്നു. ഇത്രയേറെ വലിയൊരു അനുഭവം ഞാൻ ന്യൂസ് 18 പ്രതിനിധിയോട് ചോദിക്കട്ടെ, ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ദുരന്തബാധിതരായ മനുഷ്യർക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരു നഗരം എന്ന കൺസെപ്റ്റ് ചർച്ച ചെയ്യുകയോ തയ്യാറാക്കുകയോ ചെയ്തിട്ടുണ്ടോ? മുന്നനുഭവങ്ങളില്ലാത്തൊരു ചുമതലയാണ് ഞങ്ങൾ ഏറ്റെടുത്തത്.
ആ മുന്നനുഭവങ്ങളില്ലാത്ത ചുമതല കൃത്യമായി പൂർത്തീകരിച്ചു. അവിടെ ഇനി അതിനകത്ത് 1, 2, 3, 4 ഒക്കെ ആയിട്ടുള്ള വീടുകളുടെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിഷുവിന് മുമ്പ് ആളുകൾ അവിടെ താമസിച്ചു തുടങ്ങും. ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെങ്കിൽ പരിഹരിക്കും. ഇതൊക്കെ മെറ്റീരിയൽ ആയിട്ടുള്ള ഗൗരവമല്ലാത്ത വിഷയമാണ്. നിങ്ങൾ പക്ഷെ വിളിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഏറ്റവും ചുരുങ്ങിയത് ഈ ദുരന്ത ഭൂമിയിൽ പുനർനിർമ്മാണത്തിന് വേണ്ടി കോൺഗ്രസ് ഇട്ട കല്ലെങ്കിലും കാണണ്ടേ? എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ദുരന്തബാധിതരായ മനുഷ്യർക്ക് വേണ്ട എൻ്റെയോ നിങ്ങളുടെയോ വീടിന് തറക്കല്ലിടപ്പോഴാണ് പഞ്ചായത്തിലൊരു പ്ലാൻ കൊടുത്ത് പ്ലാൻ അപ്രൂവ് ചെയ്ത് ആ പ്ലാനിൽ പിന്നെ പഞ്ചായത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാനുള്ള അനുമതി കിട്ടിയതിന് ശേഷമാണല്ലോ നമ്മളൊക്കെ തറക്കല്ലിടുക. അല്ലാതെ തറക്കല്ലിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടും എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിച്ചാൽ ഞങ്ങളത് പ്ലോട്ട് തിരിക്കുകയാണെന്ന് പറഞ്ഞൊരു പ്ലാനുണ്ടോ? അതിനൊരു പ്ലാനുണ്ട്. ഇത്ര സ്ക്വയർ ഫീറ്റ് വീട്, ഇന്ന മോഡൽ വീട്, അതിവിടെ പണിയുന്നു, എത്ര വീട് ഇവിടെ, ഇതിനേതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? കേരളം വികസന കുതിപ്പുമായി മുന്നേറുമ്പോൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെയാണ് BJP കേന്ദ്രം ഭരിക്കുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബിജു കൃഷ്ണൻ കാസർഗോഡ് പടന്ന എടച്ചാക്കയിൽ സംഘടിപ്പിച്ച LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി അയാളെ പോസ്റ്ററിൽ കാണുന്ന ഗ്രാമങ്ങളിൽ നിന്ന് തൊഴിൽ തേടി പലായനം ചെയ്ത് നഗരങ്ങളിലോട്ട് വരുന്ന തൊഴിലാളികൾ, ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്നവർ 3,50,000-ഓളം തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇത് 12 സംസ്ഥാനങ്ങൾ മാത്രം നൽകിയ കണക്കാണ്. ഈ കർഷക ആത്മഹത്യകളിൽ ഭൂരഹിതർ ഉൾപ്പെടുന്നില്ല, പാട്ടകൃഷിക്കാർ ഉൾപ്പെടുന്നില്ല, സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല, ആദിവാസി ദലിത് കർഷകർ ഉൾപ്പെടുന്നില്ല. നിരവധി സംസ്ഥാനങ്ങൾ സത്യം തുറന്നു പറയുന്നില്ല. പശ്ചിമ ബംഗാൾ, തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ 1000-ലധികം ആത്മഹത്യകൾ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്. വിതുര കല്ലാറിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം. കല്ലാറിന് പുറമെ ആനപ്പാറയിലും സംഘർഷം. ഒരു സംഘം CPM പ്രവർത്തകർ ഓഫീസ് അടിച്ചു തകർത്തുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. തുടർന്ന് കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷവുമുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കും പറ്റി. കൊല്ലം കുന്നത്തൂർ ഭരണിക്കാവിൽ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോന്റെ റോഡ് ഷോയ്ക്ക് നേരെ കല്ലേറ്. 2 പേർക്ക് പരിക്കേറ്റു. അനന്തു, ഷാഹിർ എന്നിവർക്കാണ് പരിക്കേറ്റത്. UDF പ്രവർത്തകരാണ് കല്ലെറിഞ്ഞത് എന്നാണ് ആരോപണം. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്ന് കൊച്ചിയിലെത്തും. ബാലഗോകുലത്തിന്റെ സുവർണ ജയന്തി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ എന്താണ് അദ്ദേഹം പറയുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനം കൂടിയായി ഇത് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി RSS നിരവധിയായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ BJP കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും പറഞ്ഞ സാഹചര്യമൊക്കെയുണ്ട്. കേരളത്തിൽ RSSന് വലിയ പ്രാധാന്യമുണ്ട് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ എന്ന തരത്തിലുള്ള നിഗമനങ്ങളുള്ള സമയത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. നവമി, എന്ത് പ്രതീക്ഷിക്കണം? രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, തെരഞ്ഞെടുപ്പ് കാലമാണ്, RSS മേധാവിയുടെ വാക്കുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതുമാണ്.
അതെ രഞ്ജിത്ത്, എന്തായാലും ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP. അതിന്റെ താരപ്രചാരകരല്ല, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, പ്രധാനമന്ത്രി മുതൽ ഉള്ള ആളുകളെല്ലാം കഴിഞ്ഞ ഓരോ ദിവസങ്ങളായി കേരളത്തിലെത്തി വളരെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. CPM-നെയും കോൺഗ്രസിനെയും അതിരൂക്ഷമായി വിമർശിക്കുന്നു. ഇന്നലെയൊക്കെ അമിത്ഷാ അടക്കം വന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റക്കാരായവരെ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് തന്നെ ജയിലിലടയ്ക്കും, CBI അന്വേഷണം പ്രഖ്യാപിച്ച് ജയിലിലടയ്ക്കും. അതുകൊണ്ട് BJPക്ക് NDA വിജയിപ്പിക്കുക എന്ന ആഹ്വാനങ്ങളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. അതിനിടയിലാണ് ഇന്ന് രാവിലെ 9:30 കൊച്ചിയിൽ RSSന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മോഹൻ ഭാഗവത് ഇന്ന് കൊച്ചിയിലേക്ക് എത്തുന്നത്. അത് ബാലഗോകുലത്തിന്റെ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയമായിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തിരഞ്ഞെടുപ്പിനെ എത്രമാത്രം സ്വാധീനിക്കുമെന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം ഇത്തരത്തിൽ വളരെ RSSന്റെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഇന്നെന്തായാലും അദ്ദേഹം പരിപാടിയിൽ 9:30 തന്നെയാണ് പരിപാടിയിലെത്തുക. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു പ്രസംഗം നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ കേരളത്തിൽ വളരെ ശക്തമായി തന്നെയാണ് BJP ഇത്തവണ, NDA ഇത്തവണ പ്രചാരണം കടുപ്പിച്ചിരിക്കുന്നത്. ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അത് തന്നെയാണ്, ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് പ്രധാനമന്ത്രിയിലും അമിത്ഷായിലും ഒക്കെ നമ്മൾ കണ്ടതും. ഇന്നും ജില്ലയിൽ തന്നെ വിവിധ പ്രധാനപ്പെട്ട നേതാക്കൾ, CPM-ന്റെ ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, BJPയുടെ ആയിക്കോട്ടെ, കോൺഗ്രസിന്റേതായിക്കോട്ടെ, പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നും ജില്ലയിൽ സജീവമായി നിൽക്കുകയാണ്. ഇന്ന് 3 ദിവസം മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രചാരണങ്ങളും ഇന്ന് മോഹൻ ഭാഗവത് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളും ഏറെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. ആർട്ടിമിസ് 2 ദൗത്യ സംഘം ഇന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ആദ്യമായാണ് മനുഷ്യൻ ഭൂമിയുടെ ഭ്രമണപഥം ഭേദിക്കുന്നത്. ഇതുവരെ ആരും സഞ്ചരിക്കാത്ത ചന്ദ്രന്റെ മറുപുറമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. വെള്ളിയാഴ്ച ആർട്ടിമിസ് 2 ഭൂമിയിലേക്ക് തിരിക്കും. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, വളരെ പ്രാധാന്യമുള്ള ഒരു ദൗത്യമാണ്, സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഏറെക്കുറെ ശുഭകരമായി തന്നെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ആർട്ടിമിസ് 2 ഈ സ്പേസ് സെൻറ്ററിനകത്ത് വെച്ച് ചെറിയൊരു അവിടെ ടോയ്ലറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ടോയ്ലറ്റിൽ നിന്ന് വിസർജ്യങ്ങൾ അത് സ്പേസിലേക്ക് പുറന്തള്ളുന്ന പൈപ്പ് ലൈനിൽ അത് മഞ്ഞ് കട്ടകൾ വന്ന് പിടിക്കുകയും അതുപോലെ അതിൻ്റെ ഒരു മറ്റ് പ്രവർത്തനം തടസ്സപ്പെടുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഇത് ബഹിരാകാശ സഞ്ചാരികൾക്ക് തന്നെ അതിനുള്ളിൽ നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാനായി എന്നാണ് ഇപ്പോൾ നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അപ്പോൾ എന്തായാലും അത്തരമൊരു പ്രശ്നം ഉണ്ടായതൊഴിച്ചാൽ മറ്റ് കുഴപ്പങ്ങളൊന്നും തന്നെ നിലവിൽ ആർട്ടിമിസ് 2 ദൗത്യ സംഘത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് ഈ ഭൂമിയുടെ ഭ്രമണപഥം ഭേദിച്ച് ചന്ദ്രനിലേക്കുള്ള യാത്രയുടെ ആദ്യ പടിയായിട്ട് ത്രസ്റ്ററുകൾ ജ്വലിപ്പിക്കുകയുണ്ടായത്. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ഈ ഒരു ആർട്ടിമിസ് 2 പേടകം അത് കൂടുതൽ അകലങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ അത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ, ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേരും. ഇന്ന് ഇന്ത്യൻ സമയം ഏതാണ്ട് 10:11 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ഇത് പേടകം പ്രവേശിക്കുന്നത്. ഇത് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന പേടകം കൂടിയാണ് ആർട്ടിമിസ് 2 എന്ന് പറയുന്നത്. അതും 1972 ശേഷം മനുഷ്യൻ ആദ്യമായിട്ടാണ് ഭൂമിയുടെ ഭ്രമണപഥം ഭേദിച്ച് ഇത്രയധികം ദൂരത്തേക്ക് പോകുന്നത്. ഇതുവരെ മറ്റെല്ലാ മിഷൻസും സ്ഥിതി ചെയ്തിരുന്നത് ഭൂമിയുടെ ഭ്രമണപഥത്തിലുള്ള ഹ്യൂമൻ മിഷൻസ് ആണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. ഈ ഭ്രമണപഥത്തിന് പുറത്തേക്ക് പോയിട്ടുള്ള ഒരു ദൗത്യം 72
1972 ശേഷം ഇത് ആദ്യമാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മൊത്തം ഈ പേടകം സഞ്ചരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 4 ലക്ഷം കിലോമീറ്ററാണ്. അതും ചന്ദ്രന്റെ മറുവശം ഇതുവരെ ഒരു ദൗത്യ സംഘവും ഇതുവരെ മനുഷ്യ ദൗത്യ സംഘം എത്തിച്ചേരാത്ത ചന്ദ്രന്റെ മറുവശം തേടിയിട്ടാണ് ഈ ഒരു ദൗത്യ സംഘത്തിന്റെ യാത്ര എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 11 മണിയോടെയാണ് ഇതിന്റെ തത്സമയ സംപ്രേഷണം, മറ്റ് ചന്ദ്ര നിരീക്ഷണം ഉൾപ്പെടെയുള്ള ഈ മിഷന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള സ്റ്റേജിൽ എത്തിച്ചേരുക ഇന്ന് രാത്രി 11 മണിയോടെ ആകും. ഇന്ന് നാളെ പുലർച്ചെ 12:15 ചാന്ദ്ര നിരീക്ഷണം ആരംഭിക്കും. അതും 1972 സമയത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറകളെക്കാളൊക്കെ കൂടുതൽ നല്ല അഡ്വാൻസ് ക്യാമറകൾ ഉപയോഗിച്ചാണ് ചന്ദ്രന്റെ പുതിയ ചിത്രങ്ങൾ ഈ ദൗത്യസംഘം എടുക്കുക എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, അതും ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യം ഈ മിഷനിൽ ഇനി നേരിടാൻ പോകുന്നത് ഈ ഭൂമിയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടാകുന്ന സ്റ്റേജാണ്. അതായത് നാളെ പുലർച്ചെ ഏതാണ്ട് 4:14 ഭൂമിയിൽ നിന്ന് ഈ ആർട്ടമിസ് 2 പേടകവുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും കട്ടാകും. അത് ചന്ദ്രന്റെ മറുപുറത്തെത്തുന്ന ആ സ്റ്റേജാണ്. പിന്നീട് 40 മിനിറ്റിന് ശേഷമായിരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കുക. അതിനുശേഷം വെള്ളിയാഴ്ചയോടെ ആയിരിക്കും തിരിച്ചുള്ള യാത്രയും ആരംഭിക്കുക. എന്തായാലും അത്രയധികം നിർണായകമായിട്ടുള്ള വളരെ നമ്മൾ ഇതുവരെ മനുഷ്യൻ സഞ്ചരിച്ചിട്ടില്ലാത്ത സ്റ്റേജുകളിലൂടെയൊക്കെ ആയിരിക്കും ഈ ആർട്ടമിസ് 2 ദൗത്യസംഘം നിലവിൽ സഞ്ചരിക്കാൻ പോകുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. ലൈംഗിക അതിക്രമ കേസിൽ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ രഞ്ജിത്ത് ഇന്ന് തന്നെ കോടതിയെ സമീപിച്ചേക്കും. ആരോഗ്യനില പരിഗണിച്ച് ജാമ്യം നൽകണമെന്നാണ് ആവശ്യം. തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇന്നലെ തന്നെ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തിരുന്നു. പോലീസ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. നവമി വിവരങ്ങൾ പങ്കുവെക്കും. നവമി, രഞ്ജിത്തിന്റെ ഇന്നലെയാണ് തെളിവെടുപ്പും മറ്റും നടത്തിയിരുന്നു. നമ്മളത് കണ്ടതാണ്. കാരവാനിലും മറ്റുമായിരുന്നു തെളിവെടുപ്പ്. പോലീസിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. സ്വാഭാവിക ജാമ്യത്തിന് പക്ഷേ അത്തരത്തിൽ അർഹതയുണ്ട് രഞ്ജിത്തിന്. അത്തരം നീക്കമാണോ രഞ്ജിത്തിന്റെ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന്? അതെ രഞ്ജിത്ത്, കാരണം ആരോഗ്യ പ്രശ്നമുണ്ട് സംവിധായകൻ രഞ്ജിത്തിന്. നേരത്തെ തന്നെ കോടതിയിൽ അത് അഭിഭാഷകൻ പരാമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും, അതായത് 24 മണിക്കൂർ കൂടുമ്പോൾ ഒരു ചെക്കപ്പ് നടത്തണം, ആരോഗ്യ പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശം കോടതി നൽകുകയും ചെയ്തിരുന്നു. 3 ദിവസത്തെ കസ്റ്റഡിയായിരുന്നു നൽകിയത്. അതായത് ഇന്ന് വൈകുന്നേരം 4 മണിവരെയായിരുന്നു സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇന്നലെ തന്നെ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം റിമാൻഡിൽ പോകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ എറണാകുളം സബ് ജയിലാണ് രഞ്ജിത്ത് ഉള്ളത്. ആരോഗ്യ പ്രശ്നം പരിഗണിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ, അതായത് ഇന്നത്തെ ദിവസം കൂടി കസ്റ്റഡിയിൽ വേണ്ട എന്നൊരു തീരുമാനം അന്വേഷണ സംഘം എടുക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ വിശദമായിട്ടുള്ള മൊഴിയെടുപ്പ്, ചോദ്യം ചെയ്യൽ പൂർത്തിയായി, തെളിവെടുപ്പ് പൂർത്തിയായി, മറ്റ് നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ തെളിവെടുപ്പ് പൂർത്തിയായ ശേഷം തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിച്ച് റിമാൻഡിലേക്ക് പോകുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിഭാഷകൻ ഇന്ന് ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യം കണക്കിലെടുത്ത്, ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്നാണ് കോടതിയിൽ നിന്ന് ആവശ്യപ്പെടുക. സ്വാഭാവികമായും ഇന്നൊരു ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അടുത്ത ഘട്ടം എന്നോണം രഞ്ജിത്തിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൊഴി രേഖപ്പെടുത്തുക എന്നതാണ്. അന്ന് കാരവാനിൽ വെച്ച് അതിജീവിതയ്ക്ക് മോശം അനുഭവമുണ്ടായി. അത് തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു. ആ സഹപ്രവർത്തകരുടെ മൊഴി എടുക്കാൻ ഉള്ള ഉദ്ദേശത്തിലാണ് അന്വേഷണ സംഘം. അതിൽ ചിലർ കേരളം വിട്ട് പുറത്തേക്ക് പോയി എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക, അതിനുശേഷം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നൊരു നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത്. പരാതിയിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അതിജീവിത. അതിനിടയിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ചില സോഷ്യൽ മീഡിയയിൽ, ചില യൂട്യൂബ് ചാനലുകളൊക്കെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനെതിരെ അതിജീവിത കോടതിയിൽ പോലീസിന് പരാതി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസും പോലീസിന്റെ അന്വേഷണത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചായിരുന്നു രഞ്ജിത്തിനെ വിശദമായി ചോദ്യം ചെയ്തത്. ആദ്യ ചോദ്യം ചെയ്യലിലൊന്നും രഞ്ജിത്ത് കുറ്റം സമ്മതിച്ചിട്ടില്ല. എന്തായാലും ഇനി എന്താണ് രഞ്ജിത്തിന് ഈ ഒരു നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുക എന്നതുകൂടി അറിയേണ്ടതുണ്ട്. ഇന്നലെ 2 കാരവാനിൽ എത്തിച്ചാണ് തെളിവെടുത്തത്. ആ സിനിമാ സെറ്റിൽ 2 കാരവാൻ ഉണ്ടായിരുന്നു. അതിൽ ഏതിൽ വെച്ചാണ് ലൈംഗിക അതിക്രമം നടന്നതെന്ന് പോലീസിന് അറിയാത്തത് കൊണ്ട് തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്നും 2 കാരവാൻ പോലീസ് ക്യാമ്പിൽ എത്തിച്ചു. അതിൽ 2ഉം കൊണ്ടുപോയി തെളിവെടുത്തു. ഇനി കാരവാന്റെ പുറത്തുള്ള CCTV-കൾ അല്ലെങ്കിൽ ഈ സെറ്റുമായി ബന്ധപ്പെട്ട് മറ്റിടങ്ങളിലെ CCTV-കൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നതാണ് അന്വേഷണ സംഘം ഇനി പരിശോധിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ
പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. മലപ്പുറത്ത് ഇടത് കോട്ടയായി കണക്കാക്കുന്ന പൊന്നാനിയിൽ ഇക്കുറി അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. PSC മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീറിന്റെ വ്യക്തിഗത മികവിൽ കൂടി പ്രതീക്ഷ അർപ്പിച്ചാണ് CPM ഇത്തവണ പോരാടുന്നത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു തുടർന്നുണ്ടായ ചെറിയ അസ്വാരസ്യങ്ങൾ അടിയൊഴുക്കുകളാകാതെ മറികടക്കാൻ സക്കീറിന്റെ വ്യക്തിബന്ധങ്ങൾ കൊണ്ട് സാധിക്കുമെന്നാണ് ഇടതിന്റെ പ്രതീക്ഷ. പൊന്നാനിയിൽ ഇടതുപക്ഷത്തിന് ദുർബല കേന്ദ്രങ്ങൾ ഇല്ലെന്നും എല്ലാം ശക്തി കേന്ദ്രങ്ങളാണെന്നും ഒരു വോട്ട് പോലും ചോരില്ലെന്നും MK സക്കീർ പറയുന്നു. മറുവശത്ത് 2 വർഷത്തിലേറെയായി പൊന്നാനിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന KP നൌഷാദ് അലി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ അഭിമാന മണ്ഡലമാണ് പൊന്നാനി. 2006 മുതൽ CPMന്റെ പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ചു കയറുന്ന മണ്ഡലം. MK സക്കീറാണ് ഇടതുപക്ഷത്തിന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും പൊന്നാനിയിൽ പാർട്ടിക്ക് തലവേദനയായിട്ടുണ്ട്. ഇതിനെയെല്ലാം MK സക്കീറിന്റെ വ്യക്തിബന്ധങ്ങൾ കൊണ്ട് മറികടക്കാമെന്ന ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളത്. മറുവശത്ത് UDFനായി KP നൌഷാദ് അലിയാണ് മത്സരരംഗത്തുള്ളത്. 2 വർഷത്തിലേറെയായി പൊന്നാനിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന നൌഷാദ് അലിക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളും ഇവിടുത്തെ കാര്യങ്ങളുമെല്ലാം വ്യക്തമായി അറിയാം. അദ്ദേഹം ഉണ്ടാക്കിയ വ്യക്തിബന്ധങ്ങളും UDFന് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണുള്ളത്. പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി KP നൌഷാദ് അലി മണ്ഡലത്തിലെ ഓരോ പ്രദേശത്തും ഓടിയെത്തുകയാണ്. അവസാനവട്ട പ്രചരണത്തിന്റെ തിരക്കിലാണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ പ്രചരണത്തിന് ബാക്കിയുള്ളൂ. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷകളൊക്കെ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ആളുകളുടെയൊക്കെ ഈ ആവേശം. പൊന്നാനി UDF കേരളത്തിൽ വിജയിക്കുന്ന ആദ്യ മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് പൊന്നാനി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഈഴവത്തുരുത്തി മേഖലയാണ്. ഇവിടെയൊക്കെ പരമ്പരാഗതമായിട്ട് CPM ലീഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ആളുകളൊക്കെ സ്വയം പ്രചോദിതരായിട്ട് ആവേശത്തോടു കൂടി മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ കണ്ണുകളിൽ അവരുടെയൊക്കെ മുഖത്ത് ഒരു മാറ്റം വേണമെന്നുണ്ട്. അതൊരു സമ്പൂർണ്ണമായ വികസനവും അവരുടെ ക്ഷേമമൊക്കെ മുൻനിർത്തിയുള്ള ഒരു ശൈലി മാറ്റമാണ് അവരാഗ്രഹിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഒരുപാട് ആഭ്യന്തരമായുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പരസ്യമായിട്ടൊക്കെ. ഇതൊക്കെ UDFന് അനുകൂലമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അല്ല, അത് അവരുടെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാൻ ഞാൻ മുതിരുന്നില്ല. അതൊക്കെ അവരുടെ പാർട്ടിയും അവരുടെ മുന്നണിയൊക്കെ ചർച്ച ചെയ്തിട്ട് അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ എന്നുള്ളതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ ജനങ്ങളൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് UDF LDF BJP ഭേദമില്ല. പൊന്നാനിക്കാർക്കൊരു ചേഞ്ച് ആവശ്യം അങ്ങനൊരു മനസ്സാണ് ഇത്തവണ അവർ പ്രകടിപ്പിക്കുന്നത്. നമ്മളുടനീളം ഈ യാത്രയുടെ ഭാഗമായിട്ടൊക്കെ ലഭിക്കുന്ന പ്രതികരണങ്ങളൊക്കെ അത് ബോധ്യമാക്കി തരുന്നുണ്ട്. അപ്പം അതിനകത്ത് പാർട്ടി ജാതി മത ഭേദമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ചരിത്രം കുറെ കാലമായിട്ട് ഇടതുപക്ഷത്തിനൊപ്പമാണ്. ഇത്ര ആത്മവിശ്വാസത്തോടെ ഇവിടെ വിജയിക്കുന്നു പറയാൻ അതിന്റെ ഘടകം എന്താണ്? അതായത് ഈ പൊന്നാനിയുടെ ചരിത്രം ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് പറയുന്നതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. പൊന്നാനി ഒരുപാട് തവണ മലപ്പുറത്തെ പൊന്നാനിലെ വിവരങ്ങളാണ് അനുമോദ് പങ്കുവച്ചതെങ്കിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. അവിടെ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ പ്രതിനിധി സാരംഗ് സുധാകരനൊപ്പം ഉണ്ട്. സാരംഗ്, ചോദിക്കാം അദ്ദേഹത്തിന്റെ അവസാനവട്ട പ്രതീക്ഷകൾ. രഞ്ജിത്ത്, നമ്മുടെ ഒപ്പം ചേരുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. നാളെയാണ് കൊട്ടിക്കലാശം. കഴിഞ്ഞു ഏകദേശം. എനിക്കൊരു കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു കിട്ടിയിരുന്നു. എങ്ങനെയാണ് മണ്ഡലത്തിലെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? അല്ല ഈ ദിവസം കുറച്ചായിരുന്നു, അതിൽ സംശയമില്ല. അപ്പോൾ എല്ലാ വീട്ടിലും പോയിട്ട് ജനങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ല, അതൊരു സങ്കടമുണ്ട്. പക്ഷേ മാക്സിമം ജനങ്ങൾ പോയി കണ്ടു. പിന്നെ മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസിൽ പോയി കാൻഡിഡേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് അങ്ങനെ സമയം കിട്ടിയില്ല. കുറച്ചെല്ലാം ഞാൻ ചെയ്തു, അതിൽ ഒരു സങ്കടമുണ്ട്. പക്ഷേ ഒരു നല്ല പ്രചരണം BJP നടത്തിയിട്ടുണ്ട്, NDA നടത്തിയിട്ടുണ്ട്. നല്ല കാൻഡിഡേറ്റ്സാണ്, നന്നായി ജനകീയമായ കാൻഡിഡേറ്റ്സാണ്. എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ഷൻ ജയിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഒരു കൃത്യമായൊരു മെസ്സേജ് നമ്മുടെ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നു, ജനങ്ങളത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ദേശീയ നേതാക്കൾ, ഇപ്പോൾ പ്രധാനമന്ത്രി അമിത്ഷാ എല്ലാവരും ഈ ഒരു മണ്ഡലം
നിയമം ആണ് വലിയ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റു മണ്ഡലങ്ങളിലേക്ക് എത്താൻ കഴിയാത്തത് ഈ ഒരു സമയക്കുറവ് കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ ഒരു മണ്ഡലത്തിൽ തന്നെ കൂടുതൽ പ്രചാരണങ്ങളിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയാണ്? അല്ല, അതല്ല. സമയം കുറവെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്, കടമയാണ് എല്ലാവരും പോയി നിയമത്തിൽ കാണാൻ. ഞാൻ അങ്ങനെ ഒരു അഹങ്കാരമുള്ളൊരു സ്ഥാനാർത്ഥിയല്ല. അത് CPM അവരാണ് താക്കോലും പൂട്ടെല്ലാം എടുത്ത് നടക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ എല്ലാം പോയി കാണാൻ, ഞങ്ങളുടെ കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. അപ്പോൾ 2 ലക്ഷം വോട്ടേഴ്സുള്ളൊരു നിയോജക മണ്ഡലത്തിൽ എല്ലാവരും പോയി കാണുന്നത് അത് നടക്കില്ല, അത് നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് മാക്സിമം ആൾക്കാരെ കാണുന്നു. അതുകൊണ്ട് ആ സമയം അത് ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയല്ലേ എല്ലാവരും പോയി കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റേ നിയോജക മണ്ഡലത്തിൽ അത്ര സമയം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ പ്രൈം മിനിസ്റ്റർ വന്നു, ഹോം മിനിസ്റ്റർ വന്നു, നഡ്ഡാജി വന്നു, നിതിൻ നബീൻജി വന്നു, നിർമ്മല സീതാരാമൻജി വന്നു. അങ്ങനെ ഞങ്ങളുടെ സെൻട്രൽ ലീഡേഴ്സ് എല്ലാം വന്ന് നന്നായി സഹായിച്ചിട്ടുണ്ട്, നന്നായി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വലിയ ഭാഗ്യമാണ്. ഞങ്ങൾ താങ്ക് യു പറഞ്ഞു. കാരണം ഞങ്ങളുടെ ലീഡേഴ്സ് വരുന്നത് ക്രെഡിബിലിറ്റിയുള്ള ലീഡേഴ്സാണ്. അവർ വന്നിട്ട് വികസനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, നാടിൻ്റെ ഭാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. മറുവശത്ത് കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് വരുന്നത് DK ശിവകുമാർ, അതുപോലെ ഓരോരോ സ്കാംസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ട് ജനങ്ങളുടെ തലയിൽ നുണ പറഞ്ഞ് ഓരോരോ സ്കാംസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതാണ് വ്യത്യാസം. അപ്പോൾ ഞങ്ങൾ നന്നായി മുമ്പോട്ട് പോകുന്നു. ഈ വികസനം, നാടിൻ്റെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ഭാവി, നാട്ടുകാരുടെ ഭാവിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ മറുവശത്ത് നിങ്ങൾക്കറിയാലോ, ഡീലിൻ്റെ നുണ, FCRൻ്റെ നുണ, പിന്നെ ഓരോരോ കാര്യങ്ങൾ, പഴയ വിവാദ രാഷ്ട്രീയം ഇന്നും കോൺഗ്രസും CPM ചെയ്യുന്നു. ഇപ്പോൾ CPM ആയിക്കോട്ടെ അല്ലെങ്കിൽ UDF ആയിക്കോട്ടെ, അവർ പറയുന്നത് 100 സീറ്റാണ് ഏറ്റവും ആ ലക്ഷ്യം വെക്കുന്ന രണ്ടുപേര് അവകാശപ്പെടുന്ന ആ ഒരു 100 സീറ്റ് തന്നെ ലഭിക്കുമാണ്. അപ്പോൾ BJPയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? എത്ര സീറ്റ്? ഞാൻ ഇന്ന് ഏറെ റെസ്പോൺസിബിലിറ്റി പറയുകയാണ്. ഞാൻ വലിയൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. പക്ഷെ ഞാൻ സാമാന്യ ബുദ്ധിയുണ്ട്. ഞാൻ കുറച്ച് അനാലിസിസ് ചെയ്യുന്ന വ്യക്തിയാണ്. രണ്ടുപേരും 55, 52, 55 മേലെ കടക്കില്ല, അവർ കയറില്ല. അത് 100%. ബാക്കി സീറ്റിൽ എന്ത് നടക്കും എന്നാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. അത് നമുക്ക് കാണാം, മെയ് 4-ാം തീയതി കാണാം. ഈ 2 പാർട്ടിക്കും ഒരു മാൻഡേറ്റ് കിട്ടുമെന്ന് അവരും വിചാരിക്കുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അവർ ചെയ്യുന്നൊരു ഡെസ്പറേഷനാണ്. കോൺഗ്രസ് ഇനിയിപ്പോൾ കഴിഞ്ഞ 10 ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊന്നും പഠിച്ചാൽ അവർ 100% ഡെസ്പറേറ്റാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവാൻ കഴിയും. എന്തുകൊണ്ട് ഈ ഈ ലാസ്റ്റ് മിനിറ്റിൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് നുണ പറയുന്നു? FCRൻ്റെ നുണ, പിന്നെ ഡീലിൻ്റെ നുണ പറഞ്ഞ് ജയിക്കാൻ നോക്കുന്ന കോൺഗ്രസ് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് ആ ഡിസംബറിൽ അവരുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ 100 സീറ്റ്. അതൊന്നും നടക്കുന്നില്ല. കാരണം ആൻറ്റി ഇൻകംബൻസി വോട്ട് CPMൻ്റെ എതിരെ, ഈ സർക്കാരിൻ്റെ എതിരെയുള്ള വോട്ടെല്ലാം NDAക്കാണ് വരുന്നത്. വികസനം പ്രതീക്ഷിക്കുന്ന വികസനത്തിൻ്റെ ആവശ്യമുള്ള വോട്ടേഴ്സ് എല്ലാം NDAക്കാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു പഴയ തന്ത്രം ഉണ്ടല്ലോ, മുസ്ലിം വോട്ട് കൺസോളിഡേഷൻ, അത് തെലങ്കാനയിൽ നടന്നു. അത് ഇവിടെ നടക്കുന്നില്ല. അത് CPMനും കിട്ടുന്നുണ്ട്, അവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മറ്റൊരു ഇഷ്യൂ ആണ് കോൺഗ്രസ്സിന്. അപ്പോൾ ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയണം. ഈ 2 പാർട്ടീസിനും ഒരു മാൻഡേറ്റ് കിട്ടില്ല. മാൻഡേറ്റിന് ഇപ്പോൾ സാധ്യത NDAക്കാണ്. എത്ര താമര വിരിയുമെന്നാണ് പ്രതീക്ഷ? അല്ല, അത് നമുക്ക് മെയ് 4-ാം തീയതി, ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളല്ല. അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു നല്ല മാറ്റം ഈ ഇലക്ഷനിൽ വരും. ഈ ഇലക്ഷനാണ് അവസാനത്തെ ഇലക്ഷൻ. 3 മുന്നണീൻ്റെ അവസാനത്തെ ഇലക്ഷൻ ആയിരിക്കും 2026 അസംബ്ലി ഇലക്ഷൻ. ഇത് കഴിഞ്ഞിട്ട് ഫോർമലായിട്ട് 2 മുന്നണികൾ ആയിരിക്കും മത്സരിക്കുന്നത്, രാഷ്ട്രീയം ചെയ്യുന്നത്. ഒന്ന് ഇന്ത്യ അലയൻസിലെ CPM കോൺഗ്രസും, മറുവശത്ത് BJP-ലേഡ് NDA. അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ ഒരു ഭരണത്തിലേക്ക് കയറുന്നതിന്, അതായത് വലിയൊരു 3-ാം മുന്നണി എന്ന രീതിയിലേക്ക് അടക്കം വലിയ പ്രതീക്ഷകളാണ് വെക്കുന്നത്. അപ്പോൾ ഒരു വികസനം ആണ് പ്രധാനമായും പ്രകടന പത്രികയിൽ അടക്കം വലിയ വാഗ്ദാനങ്ങളുണ്ട്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇടതുപക്ഷവും മുന്നോട്ട് വെക്കുന്നത്. അതായത് കിഫ്ബി വഴി വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ജനങ്ങൾക്കിടയിൽ കൃത്യമായി എത്തിക്കുക. അല്ല, നോക്കൂ, ഇതിപ്പോൾ പറയാൻ, വാഗ്ദാനം കൊടുക്കാൻ ആർക്കും വലിയ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിച്ച് കൃത്യമായി ആർക്കാണ് ഒരു ട്രാക്ക് റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ ട്രാക്ക് റെക്കോർഡ് നമ്മളിപ്പോൾ 12 കൊല്ലം നരേന്ദ്രമോദിജിൻ്റെ സർക്കാർ കണ്ടിട്ടുണ്ട്, 10 കൊല്ലം പിണറായി വിജയൻജിയുടെ സർക്കാർ കണ്ടിട്ടുണ്ട്, അതിനു മുമ്പ് 10 കൊല്ലം UPAൻ്റെ സർക്കാർ കണ്ടു. ആര് എന്ത് ചെയ്തു ജനങ്ങൾക്കറിയാം.
അപ്പോൾ ജനങ്ങളെ അവസരം കൊടുക്കുമ്പോൾ ആരാണ്, ഏത് പാർട്ടിയാണ് ശരിക്കും അവരുടെ വാഗ്ദാനങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ആ വാക്ക് പാലിക്കുന്നത് ഏത് പാർട്ടി, ഏത് മുന്നണിയാണെന്ന് UPA ആണോ, അത് UPA UDF ആണോ, CPM LDF ആണോ, BJP NDA ആണെന്ന് ജനങ്ങൾക്കറിയാം. അപ്പോൾ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. 12 കൊല്ലം നരേന്ദ്രമോദിജി ഭരിച്ചു, 10 കൊല്ലം പിണറായി വിജയൻ ഭരിച്ചു, അതിനു മുമ്പ് 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ചു. ആര് എന്ത് ചെയ്തു എന്ന് ജനങ്ങൾക്ക് അറിയാമല്ലോ. ഒപ്പം തന്നെ എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ സമയത്ത് വിവാദമുണ്ടാവും. ഇത്തവണ ഡീൽ വിവാദമാണ്. ഒപ്പം SDP-യുടെ പിന്തുണയടക്കം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിനും UDF-നും തിരിച്ചടിയാവുമെന്ന് തോന്നുന്നു. അല്ല, അതാണ് എല്ലാ ഇലക്ഷനിലും വിവാദമാണ്, വികസനത്തിൻ്റെ ചർച്ചയല്ല. അപ്പോൾ ഈ ഇലക്ഷനാണ് ആദ്യമായി ഒരു ഇലക്ഷനിൽ വികസനത്തിനെ കുറിച്ച് നല്ലൊരു ശക്തമായ ചർച്ച നടക്കുമ്പോഴാണ് കോൺഗ്രസ് ഒന്നും പറയാൻ കിട്ടുന്നില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഡീല്, അവർ പറഞ്ഞു അതല്ലേ ഇവരെ നുണ. ഇത് പറയുന്നത് ആരാണ്? DK ശിവകുമാർ പറഞ്ഞതാണ്, ഖർഗെ. ഇവർ രണ്ടുപേരാണ് ഏറ്റവും വലിയ ലാൻഡ് ഗ്രാബേഴ്സ് കർണാടകയിൽ. ഇവിടെ വന്നിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണോ? നോക്കൂ, ആര് തമ്മിലാണ് ഡീല്? കോൺഗ്രസ് CPM തമ്മിൽ ഒരു ഒഫീഷ്യൽ ഡീലുണ്ട്, തമിഴ്നാട്ടിൽ ഡീലുണ്ട്, പുതുച്ചേരി ഡീലിൽ 27 സംസ്ഥാനം 8 യൂണിയൻ ടെറിട്ടറീസ് ഡീലുള്ള 2 പാർട്ടീസാണ്. പിന്നെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസ് തമ്മിൽ എന്താണ് ഡീൽ എന്ന് പറയണം, അവർ പറഞ്ഞിട്ടല്ലോ. പിന്നെ കോൺഗ്രസ് മുസ്ലിം ലീഗ് തമ്മിൽ എന്താ ഡീല്? ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഇന്ത്യൻ മുസ്ലിം ലീഗിനെ ആക്കുവോ? അവർക്കൊരു അവസരം ജനങ്ങൾ തന്നാൽ, ഇന്നല്ല ഇനി ഭാവിയിൽ ജനങ്ങളൊരു അവസരം കൊടുത്താൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിനെ ആക്കുവോ, MLA ആക്കുവോ? മുസ്ലിം ലീഗിന് എത്ര മന്ത്രിമാർ കൊടുക്കും? 5 ആണോ 6 ആണോ? എഡ്യൂക്കേഷൻ മന്ത്രി മുസ്ലിം ലീഗ് ആവണമെന്നും മുസ്ലിം ലീഗിൻ്റെ നിർബന്ധം, അതിനെക്കുറിച്ച് എന്താണ് ഡീൽ? ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടത്. ഡീല് കോൺഗ്രസും മുസ്ലിം ലീഗ് തമ്മിലാണ്, ഡീല് കോൺഗ്രസും ജമാഅത്ത് തമ്മിലാണ്, ഡീല് മുസ്ലിം ലീഗ് ജമാഅത്ത് തമ്മിലാണ്, ഡീല് കോൺഗ്രസ് CPM തമ്മിലാണ്. ഇതിനെക്കുറിച്ചല്ലേ ചർച്ച ചെയ്യേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ് സാരംഗ് സുധാകരനൊപ്പം ചേർന്നത്. 55 സീറ്റിന് മുകളിൽ കേരളത്തിൽ ഇടതും വലതും എത്തില്ല, അവിടെയാണ് BJP നിർണായക ശക്തിയാവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, ഇത്തവണ 3 മുന്നണികൾ മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ കേവലം 2 മുന്നണികൾ മാത്രമാണ് പരസ്പരം പോരാടാനുണ്ടാവുക. ഒന്ന് ഇന്ത്യ സഖ്യവും മറ്റൊന്ന് NDA സഖ്യവും. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.